ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഹോണ്ടുറാസിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം ശ്രദ്ധ നേടുന്നു. ഒരു വർഷം മുമ്പ് നടന്ന അത്ഭുതം ഗ്രാസിയാസ് രൂപതാധ്യക്ഷൻ ബിഷപ്പ് വാൾട്ടർ വില്യം സോട്ടോ ഔദ്യോഗികമായി അംഗീകരിച്ചു. ഹോണ്ടുറാസിലെ ഗ്രാസിയാസ് രൂപതയിൽ സ്ഥിതി ചെയ്യുന്ന മലമ്പ്രദേശമായ സാൻ ജുവാനിൽ 2022 ജൂൺ 9 ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. കൃഷിയും കന്നുകാലി വളർത്തലുമായി കഴിയുന്ന 60 ക്രൈസ്തവ കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. സ്ഥിരമായി ഒരു വൈദികൻ ഇല്ലാത്തതുകൊണ്ട് ജോസ് എൽമർ ബെനിറ്റസ് മച്ചാഡോ എന്ന അൽമായനെയാണ് രൂപത വിശ്വാസികളുടെ അടിയന്തര ആജപാലന ശുശ്രൂഷയ്ക്ക് പ്രത്യേക അനുമതിയോടെ നിയോഗിച്ചിരിക്കുന്നത്. ഏതാനും ആഴ്ചകൾ കൂടുമ്പോൾ മാത്രമാണ് വൈദികൻ ഇവിടെയെത്തി വിശുദ്ധ കുർബാന അർപ്പിക്കാറുള്ളത്. അന്ന് കൂദാശ ചെയ്ത തിരുവോസ്തികൾ സക്രാരിയിൽ സൂക്ഷിച്ചു വെക്കുകയാണ് പതിവ്. എല്ലാ വ്യാഴാഴ്ചയും കുറഞ്ഞത് 15 കുടുംബങ്ങളെങ്കിലും തങ്ങളുടെ പ്രദേശത്ത് പണിതീർത്ത ആലയത്തിൽ ഒരുമിച്ച് കൂടുകയും ജോസ് എൽമർ വചനസന്ദേശം നൽകുകയും വൈദികൻ കൂദാശ ചെയ്ത വിശുദ്ധ കുർബാന വിശ്വാസികൾക്ക് നൽകുകയും ചെയ്യും. 2022 ജൂൺ 9 ഈശോയുടെ പൗരോഹിത്യത്തിന്റെ തിരുനാളായിരുന്നു. പതിവ് പോലെ വിശുദ്ധ കുർബാന നൽകാൻ സമയമായപ്പോൾ ജോസ് എൽമർ സക്രാരി തുറന്നു. കൂദാശ ചെയ്ത തിരുവോസ്തികൾ സക്രാരിയിൽ മരത്തിന്റെ സിബോറിയത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. കൂടാതെ സിബോറിയം ഒരു വെള്ള തുണി ഉപയോഗിച്ച് പൊതിഞ്ഞാണ് സക്രാരിയിൽ സൂക്ഷിച്ചിരുന്നത്. ജോസ് എൽമർ പ്രസ്തുത വെള്ള തുണി തുറന്നപ്പോഴാണ് തുണിയിൽ രക്തം പുരണ്ടിരിക്കുന്നത് കാണുന്നത്. എങ്കിലും തന്റെ ആശ്ചര്യം അടക്കിപ്പിടിച്ച് ജോസ് എൽമർ വിശുദ്ധ കുർബാന വിശ്വാസികൾക്ക് കൊടുത്തു. തന്റെ ആദ്യ നിഗമനം തന്നെ യേശുവിന്റെ തിരുരക്തമാണ് അത് എന്ന് തന്നെയായിരുന്നുവെന്ന് ജോസ് എൽമർ പറയുന്നു. എങ്കിലും മറ്റ് സാധ്യതകൾ കൂടി കണക്കിലെടുക്കേണ്ടത് അനിവാര്യമായതിനാൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം പ്രാർത്ഥനയ്ക്കായി സമ്മേളിച്ച വിശ്വാസികളോട് ദൈവാലയത്തിൽ ചോർച്ച ഉള്ളതായി ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടോ എന്നും അപരിചിതർ ആലയത്തിൽ പ്രവേശിച്ചതായി തോന്നുന്നുണ്ടോ എന്നും തിരക്കി. അത്തരം സംഭവങ്ങൾ ഒന്നും തന്നെ നടന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് സക്രാരി തുറന്നപ്പോൾ താൻ കണ്ടതിനെക്കുറിച്ച് ജോസ് എൽമർ വിശ്വാസികളെ അറിയിച്ചത്. തുടർന്ന് ജോസ് എൽമർ വിശ്വാസികളെ രക്തം പുരണ്ട വെള്ളത്തുണി കാണിക്കുകയും രൂപതയിൽ വിവരം അറിയിക്കുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ ഫാദർ മാർവിൻ സെറ്റല്ലോ, ഫാദർ ഓസ്കർ റോഡിഗസ് എന്നിവർ സാൻ ജുവാനിൽ എത്തുകയും പ്രസ്തുത വെള്ളത്തുണി ഭദ്രമായി സീൽ ചെയ്ത് ബിഷപ്പ് വാൾട്ടർ വില്യം സോട്ടോയെ ഏൽപ്പിക്കുകയും ചെയ്തു. പ്രസ്തുത സംഭവത്തിലെ തുടർ നടപടികൾ എങ്ങനെ ആരംഭിക്കണം എന്ന് വിചിന്തനം ചെയ്യുന്നതിനായി ബിഷപ്പ് തന്റെ സ്വകാര്യ ചാപ്പലിൽ സീൽ ചെയ്ത വെള്ളത്തുണി സൂക്ഷിക്കുകയും ഏകദേശം 3 മാസത്തെ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനും ശേഷം ശാസ്ത്രീയ പരിശോധനയ്ക്കായി ബിഷപ്പ് ഗ്രാസിയാസിൽ നിന്നും 47 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സാന്താ റോസ ഡി കോപ്പൻ മെഡിക്കൽ സെന്ററിലേക്ക് അയച്ചു. എന്നാൽ അവിടെ പ്രസ്തുത പരിശോധനകൾ നടത്താനുള്ള സജ്ജീകരണങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ടെഗുസിഗാൽപയിലെ ഡിസ ടെസ്റ്റ് ടോക്സിക്കോളജിക്കൽ സെന്ററിലേക്ക് സാമ്പിൾ അയക്കുകയും ചെയ്തു. അവിടെ ഡോക്ടർ ഹെക്ടർ ഡയസ് ഡെൽവാലെയാണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. 2022 ഒക്ടോബർ അവസാനത്തോടെ ഫോറൻസിക് വിദഗ്ധരും രസതന്ത്രപരമായ പഠനങ്ങൾക്കും സാമ്പിൾ വിധേയമായി. വിശദമായ പരിശോധനയിൽ തുണിയിൽ ഉണ്ടായിരുന്നത് മനുഷ്യരക്തമായിരുന്നുവെന്നും AB പോസിറ്റീവ് വിഭാഗത്തിൽപ്പെട്ട രക്തമാണെന്നും തെളിഞ്ഞു. കൂടാതെ ലാൻസിനോയിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിലും ടൂറിൻ തിരുക്കശിയിലും കണ്ടെത്തിയ രക്തത്തിന്റെ അതേ ഘടന തന്നെയാണ് പ്രസ്തുത രക്തസാമ്പിളിൽ ഉള്ളതെന്നും പരിശോധനയിൽ വ്യക്തമായി. ഡോക്ടർ ഹെൻഡർ ഡയസ് ഡെൽവാലെയെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു പ്രതിഭാസം രക്തം പുരണ്ട തുണി അന്തരീക്ഷവായുവുമായി ബന്ധപ്പെട്ടിട്ടും ഉണങ്ങുകയോ ഫംഗസ് തുടങ്ങിയവയുടെ സാന്നിധ്യം കണ്ടെത്തുകയോ അഴുകുന്നതിന്റെ ഒരു സൂചനയും കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ്. 1 വർഷത്തെ സമയമെടുത്ത് നടത്തിയ വിശദമായ ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഗ്രാസിയാസ് രൂപതാധ്യക്ഷൻ ബിഷപ്പ് വാൾട്ടർ വില്യം സോട്ടോ പ്രസ്തുത സംഭവം ദിവ്യകാരുണ്യ അത്ഭുതമായി ഔദ്യോഗികമായി അംഗീകരിക്കുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഗ്ന ന്യൂസ്.